അല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു നമ്മുടെ മെമ്മറിയിൽ നിന്ന് നമുക്ക് റിട്ടൈൻ ചെയ്തെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കത് എടുത്ത് തിരിച്ചെടുക്കാൻ പറ്റുന്ന പോലെ സിസ്റ്റത്തിന് അതിൻ്റെ എന്താ പറയുക കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ IQ പവർ യൂസ് ചെയ്തിട്ടൊന്നും അതിന് ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിനെന്ത് വേണം? നമുക്ക് എക്സ്ട്രാ ഡിവൈസസ് വേണം അല്ലേ? അപ്പോൾ ആ ഡിവൈസസ് ആണ് നമ്മൾ മെമ്മറി ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഫിനീഷൻ തന്നെ തുടങ്ങണം. എന്താണ് ഡെഫിനീഷൻ? കമ്പ്യൂട്ടർ മെമ്മറി സ്റ്റോഴ്സ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ബൈനറി ഫോം അല്ലേ? ഡാറ്റയും ഇൻസ്ട്രക്ഷനും ബൈനറി ഫോമിൽ നമ്മുടെ സിസ്റ്റത്തിന് CPU-ന് എപ്പോഴും പെട്ടെന്ന് ഡാറ്റ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ബൈനറി ഫോമിൽ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? കമ്പ്യൂട്ടർ മെമ്മറി എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് കമ്പ്യൂട്ടർ മെമ്മറീനെ കമ്പയർ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഇയേഴ്സ് എന്ന് പറഞ്ഞ ഇൻപുട്ട് ഡിവൈസസ് ആണ്. നമുക്ക് ഇയേഴ്സ് ആണ് സിസ്റ്റത്തിന് എന്ത് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൗത്ത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടോ അങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. മൗത്ത് എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസസിന് ഈക്വലൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്താണ്? സിസ്റ്റത്തിൻ്റെ CPU ആൻഡ് മെമ്മറിക്ക് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് സിസ്റ്റം ഇൻപുട്ട് ഡിവൈസസ് വെച്ചിട്ടാണ് കാണും കേൾക്കും ഒക്കെ ചെയ്യുന്നത്, എന്ന് വെച്ചാൽ അതിന് ഡാറ്റ കിട്ടുന്നത്. അതുപോലെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? CPU മെമ്മറി യൂസ് ചെയ്തിട്ടാണ് അത് ബ്രെയിൻ ചെയ്യുന്ന ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അതുപോലെ മൗത്താണ് നമുക്കെങ്കിൽ സിസ്റ്റത്തിന് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് വെച്ചിട്ടാണ് അത് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ.